വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് പരിഹാരമായി സമഗ്ര പദ്ധതി തയ്യാറാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തിൽ നബാർഡിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 300 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ വനംവകുപ്പാണ് തയ്യാറാക്കിയത്. വന്യമൃഗശല്യം വയനാട്ടിൽ തുടർക്കഥ. കൃഷിനാശത്തിൽ നിന്ന് തുടങ്ങി മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന വിധം പ്രതിസന്ധിയുടെ ആഴം കൂടിക്കൂടി വരുന്നു. വയനാടിന് വേണ്ടത് സമഗ്രമായ പദ്ധതി എന്ന തിരിച്ചറിവിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൈകോർക്കൽ. സൗരോർജ്ജവേലി, കൽമതിൽ, ക്രാഷ് ഗാർഡ്, നിരീക്ഷണ ക്യാമറകൾ, വനവൽക്കരണം എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. 300 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ 5% തുക തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കും. വനം വകുപ്പിന്റെ മാസ്റ്റർ പ്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി അന്തിമ രൂപരേഖ തയ്യാറാക്കും. നബാർഡിന്റെ സഹായത്തോടെ പദ്ധതി പ്രാവർത്തികമാക്കാനാണ് ശ്രമം. അഗ്രികൾച്ചർ മേഖലയിലാണ് പ്രോജക്റ്റ്. ഇതിൻ്റെ 5% തുക ആര് വഹിക്കുമെന്നുള്ളതാണ് ഇതിന് വേണ്ടത്. അത് വയനാട് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടെ സംയുക്തമായി ആ തുക ഞങ്ങൾ വകയിരുത്തും. ബാക്കി തുക നബാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്താൽ 300 കോടി രൂപ 2 വർഷം കൊണ്ട് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് നമുക്ക് ചെലവഴിക്കാൻ പറ്റും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് വന്യമൃഗശല്യത്തെ നേരിടാൻ ഇത്തരമൊരു പദ്ധതി തയ്യാറാകുന്നത് സംസ്ഥാനത്ത് ആദ്യം. ഇതോടെ ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സാധ്യമാകുന്ന വലിയ ഇടപെടലാണ് ഉണ്ടാകുന്നത്. 24 വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.